കോക്രോച്ച് ജനതാ പാർട്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് അവർ സമരം നടത്തുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല. The soul of royal art, Kairali Jewelers. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ബിജെപിയെ തകർക്കുക എന്നുള്ളതാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി സമരം നടത്തുന്നതെങ്കിൽ ജാർഖണ്ഡിൽ അവിടുത്തെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു സമരം നടത്താനായിട്ട് വിദ്യാർത്ഥികൾ വിളിച്ചപ്പോൾ വരാൻ പറ്റില്ല, കാരണം അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, അതുകൊണ്ടൊന്നും ഞാൻ വരില്ല എന്ന ഒരു വാശിയിലായിരുന്നു അഭിജിത് ദീപ്കെ നിന്നത്. നിലവിൽ ഇപ്പോൾ നമുക്കറിയാം അഭിജിത് ദീപ്കെയും അതോടൊപ്പം തന്നെ അഭിജിത് ദീപ്കയുടെ കൂടെ നിൽക്കുന്ന അതായത് കോക്രോച്ചിന്റെ വക്താവ് സൗരവ്ദാസിന്റെ ഒക്കെ പല ഉഡായിപ്പുകളും നമ്മൾ ഓരോ ദിവസവും വാർത്തയാക്കിയതാണ്. നിലവിൽ ഇപ്പോൾ അഭിജിത് ദീപ്കെ നമുക്ക് അറിയാവുന്ന വേറൊരു കാര്യമാണ്. അഭിജിത് ദീപ്കെ ഈ ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രോഡക്റ്റ് ആണ്. ഈ അഭിജിത് ദീപ്കയുടെ ഈ ഒരു പോരാട്ടം ഒറ്റയാൾ പോരാട്ടമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിന്റെ പിന്നിൽ ഒരു PR തന്ത്രങ്ങളുണ്ട്. അതായത് അഭിജിത് ദീപ്കയെ ഇന്ത്യയിലേക്ക് പടച്ചുവിട്ടവർ അവർക്ക് വ്യക്തമായി തന്നെ ഒരു സന്ദേശം അല്ലെങ്കിൽ വ്യക്തമായി തന്നെ അവരുടെ ഒരു കണക്കുകൂട്ടലുണ്ട്. നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കുക, 2029 ഭാരതത്തിൽ വീണ്ടും BJPയുടെ ഭരണം ഉണ്ടാവരുത്, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടൊന്നും വരരുത് എന്നൊരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അഭിജിത് ദീപ്കയെ അവർ പല രീതിയിലേക്ക് ട്രെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല PR ടീമുകളെയും വെച്ചിട്ട് അതിലെ പല ആളുകളെയും വെച്ചിട്ട് അഭിജിത് ദീപ്കയെ ട്രെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ആം ആദ്മിയുടെ ഒരു പ്രോക്സി ഏജന്റ് ആണ് അഭിജിത് ദീപ്കെ. താനൊരു സാധാരണ വിദ്യാർത്ഥി നേതാവാണെന്ന് അവകാശപ്പെടുന്ന അഭിജിത് ദീപ്കെ ആം ആദ്മി പാർട്ടിയുടെയും വിദേശ ശക്തികളുടെയും പ്രോക്സി ഏജന്റായി നടത്തുന്ന ആസൂത്രിതമായ PR നാടകമാണിത്. ഈ കള്ളക്കളിയുടെ പ്രധാന കണ്ടെത്തലുകൾ ഇങ്ങനെയാണ്. അതിൽ ഒരാളുടെ പേരാണ് മൈക്കൽ ഡൗഡിങ്. അതായത് മൈക്കൽ ഡൗഡിങ് അഭിജിത്തിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായി തന്നെ പരിശീലനം നൽകി സഹായിച്ചിട്ടുണ്ട്. അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളൊക്കെ അഭിജിത് ദീപ്കയുടെ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ അഭിജിത് ദീപ്കയുടെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ എങ്ങനെ അവരോട് സംസാരിക്കണം എന്നുള്ള ഒരു പരിശീലനം അഭിജിത് ദീപ്കയ്ക്ക് മൈക്കൽ ഡൗഡിങ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വാർത്തകൾ തങ്ങൾക്ക് അനുകൂലമായി വളച്ചൊടിക്കുന്നതിനും ഗ്ലോബൽ മീഡിയയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനുമുള്ള മാധ്യമ തന്ത്രങ്ങൾ പഠിപ്പിച്ചത് ഈ പ്രൊഫസറാണ്. രണ്ടാമത്തെ ആളാണ് കാർല കാത്ത്. ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ അഭിജിത്തിന്റെ അധ്യാപികയായിരുന്നു കാർല കാത്ത്. നിലവിൽ സിമൺസ് യൂണിവേഴ്സിറ്റിയിൽ അസോസിയേറ്റ് പ്രൊഫസറായി പ്രാക്ടീസ് ചെയ്യുകയാണ്. CJP വലിയ വാർത്തകളിൽ ഇടം നേടിയ സമയത്ത് പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അഭിജിത്ത് കാർല കാത്തുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് ഇവർ തന്നെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. നാട്ടിലെ പാവം ജനങ്ങളുടെ വികാരങ്ങളും ദൗർബല്യങ്ങളും എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കി കൊടുക്കാനും ആളുകളെ വൈകാരികമായി സ്വാധീനിച്ച് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള വഴികൾ പഠിപ്പിച്ചു കൊടുക്കാനും ഇവർ അഭിജിത്തിനെ സഹായിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ആളുടെ പേരാണ് ആമി ഷാനൽ. അതായത് CJPയുടെ വളർച്ചയ്ക്ക് ശേഷമുണ്ടായ മാധ്യമങ്ങളുടെ വലിയ തിരക്കുകളെയും ചോദ്യങ്ങളെയും നേരിടാൻ താൻ അഭിജിത്തിനെ സഹായിച്ചിട്ടുണ്ടെന്ന് ആമി ഷാനൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. തനിക്ക് നേരിട്ട് ഇമെയിൽ അയച്ചാണ് അഭിജിത് ദീപ്കെ ഇതിന് നന്ദി പറഞ്ഞതെന്നും അവർ വെളിപ്പെടുത്തുന്നു. അമേരിക്കയിലെ ദുരൂഹമായ താമസവും അൺആൻസേർഡ് ചോദ്യങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനം അഭിജിത്തിന്റെ കോളേജിലെ പഠനവും സെമസ്റ്ററുകളുടെ അതായത് 2025 തന്നെ പൂർത്തിയായി കഴിഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ അതിനുശേഷവും അദ്ദേഹം അമേരിക്കയിൽ തന്നെ തുടരാനുള്ള യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. 2 ദിവസത്തിന് മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോ തന്നെ പറയുന്നുണ്ട്. അഭിജിത് ദീപ്കെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു പബ്ലിക് റിലേഷൻ കോഴ്സ് ചെയ്യുന്നു. അത് ഒരു വർഷത്തെ കോഴ്സാണ്, 3 സെമസ്റ്റർ ഉണ്ട്. പക്ഷെ അതിൽ ഒരു സെമസ്റ്ററിൽ പോലും വ്യക്തമായ ഒരു അറ്റൻഡൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അഭിജിത് ദീപ്കയ്ക്ക് സ്കോളർഷിപ്പ് കിട്ടിയെന്ന് പറയുന്നു. പക്ഷെ മാധ്യമങ്ങളടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം എങ്കിൽ ആ കൂടെ പഠിക്കുന്ന സഹപാഠികൾ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ക്ലാസ് ഫോട്ടോ ഉണ്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ ഒന്ന് പുറത്തേക്ക് വിടൂ എന്ന് പറയുമ്പോൾ അഭിജിത് ദീപ്കെ വിടുന്നത് അവിടെ ഡിഗ്രിയൊക്കെ പഠിക്കുന്നത് ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് കോളേജിലൊക്കെ യൂണിവേഴ്സിറ്റിയിലേക്ക് കയറാൻ നിൽക്കുന്ന കുറച്ച് കുട്ടികളുടെ ഒപ്പം നിന്ന് കുറച്ച് എടുക്കുന്ന ഒരു ഫോട്ടോ, അതായത് ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ കുറച്ച് ഫോട്ടോസാണ് അഭിജിത് ദീപ്കെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. വിദേശത്ത് മാസങ്ങളോളം ആഡംബരമായി ജീവിക്കാൻ ആരാണ് അഭിജിത് ദീപ്കയ്ക്ക് പണം മുടക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യവും ഇവിടെ പ്രധാനമായി ഉയരുന്നുണ്ട്. ആരുടെ അക്കൗണ്ടിൽ നിന്നാണ് ഇതിനുള്ള പണം വന്നത്? മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, പഠനം കഴിഞ്ഞിട്ടും അദ്ദേഹം എവിടെയായിരുന്നു, എന്തിനാണ് ഒളിഞ്ഞ് താമസിക്കുന്നത് അല്ലെങ്കിൽ ഒളിവിൽ താമസിക്കുന്നത്, ഇത്രയും നാൾ അവിടെ കറങ്ങി നടന്നത് എന്തിനാണ് എന്നൊക്കെയുള്ള പല ചോദ്യങ്ങൾക്കും ഇന്ന് വരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഞങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങളുടെ കപടമുഖം ഞങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അഭിജിത് ദീപ്കയുടെ കൂടെയുള്ള സഹചാരി സൗരവ്ദാസിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഗ്രേറ്റർ കൈലാഷയിൽ സമ്പന്നർ താമസിക്കുന്ന 1 മാസം തന്നെ 4-5 ലക്ഷമൊക്കെ വാടക മുടക്കി
അവിടുത്തെ ഒരു ഗ്രേറ്റർ കൈലാസിന്റെ ഒക്കെ വീടുകൾ ഈ സ്വർണ്ണമഹൽ പോലെ അല്ലെങ്കിൽ കൊട്ടാരം പോലെയുള്ള വീടുകളാണ്. അവിടെയൊക്കെ 4-5 ലക്ഷമാണ് ഒരു മാസത്തെ വാടക വരുന്നത്. അപ്പോൾ ഈ സൗരവ് ദാസിന് എവിടെയാണ് ഇത്രയും പണം മുടക്കാനുള്ള സോഴ്സ് എവിടെ നിന്നാണ്? കാരണം സൗരവ് ദാസിന് പറയത്തക്ക വിധം ജോലിയൊന്നുമില്ല, ഒരു ജേർണലിസ്റ്റ് ആണ്, പക്ഷെ ഒരു MA ജേർണലിസം പഠിച്ചിട്ടുണ്ട്. കൂടാതെ ചില NDTV-യിലൊക്കെ ട്രെയിനിങ് ആയിട്ട് വർക്ക് ചെയ്തു, അവിടെ നിന്ന് പിന്നെ ഇറങ്ങി അതിനുശേഷം ഫ്രീലാൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു. പറയത്തക്ക വിധം ഒരു ജോലിയൊന്നുമില്ല. അപ്പോൾ ഇത്രയും ലക്ഷം രൂപ എങ്ങനെ അഭിജിത് ദീപ്കയ്ക്ക് അഭിജിത് ദീപ്കയുടെ കൂടെയുള്ള ആ പാറ്റ വക്താവ് സൗരവ് ദാസ് ഇത് എങ്ങനെ ചെലവാക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ പൈസ എവിടെ നിന്ന് കിട്ടുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പുറത്തു വിടൂ എന്നുള്ള ഒരു ചോദ്യമാണ് സൗരവ് ദാസ് ചോദിക്കുന്നത്. എന്തായാലും ഈ പാറ്റ പ്രവർത്തകർ മൊത്തത്തിൽ എന്തോ ഒരു ഗൂഢ ലക്ഷ്യം അല്ലെങ്കിൽ ഗൂഢ നീക്കത്തിലാണ് എന്നുള്ള കാര്യം ഭാരതത്തിലെ ഏജൻസിക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അവർ 24 മണിക്കൂറും ഇവരുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.